ഹായ്, നമുക്കൊരു മിനിയേച്ചർ സർപ്പക്കാവ് ഉണ്ടാക്കിയാൽ. ഇതുപോലെയുള്ള ഒരു ചോക്ക് എടുത്തതിന് ശേഷം ആവശ്യത്തിന് അളവിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ കട്ട് ചെയ്തെടുക്കേണ്ടത് അത് കൃത്യമായിട്ട് വരച്ച് മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു നൈഫ് ഉപയോഗിച്ച് അത് കാർവ് ചെയ്ത് എടുക്കുക. പിന്നെ ഇത് ചോക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ വളരെ എളുപ്പ പരിപാടിയാണെന്ന് ആരും കരുതരുത്. ഇത് ഭയങ്കര റിസ്ക് പരിപാടിയാണ്. കാരണം നമ്മളൊരു ശില്പം ഏതാണ്ട് പൂർത്തിയായി വരുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകും. പിന്നെ ഇത് രണ്ടാമത് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഈ പൗഡർ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഗമ്മൊട്ടിച്ചാലും അത് പിടിക്കൂല. അപ്പോൾ അത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അധികം ബലം കൊടുക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുക. കളർ ചെയ്യുന്ന സമയത്ത് കഴിവതും വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യുക. ഒരു കാരണവശാലും ഇതിൽ അക്രിലിക് മെറ്റീരിയൽ ഉപയോഗിക്കരുത്. ചോക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന എന്തുതരം വസ്തുക്കളായാലും എന്തുതരം ശില്പങ്ങളായാലും കഴിവതും വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വസ്തുക്കളുടെ ആ ഒരു ഫിനിഷിങ് കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ വാട്ടർ കളറാണ് ഏറ്റവും ബെസ്റ്റ്. കരിങ്കൽ ശില്പങ്ങളുടെ ആ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ് ആ ബ്ലാക്ക് അടിച്ചതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഉളിക്ക് കൊത്തിയ പോലുള്ള പാടുകൾ ക്രിയേറ്റ് ചെയ്യണത്. അക്രിലിക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കഴിവതും വാട്ടർ കളർ മാത്രം യൂസ് ചെയ്യുക. സർപ്പക്കാവിൽ നാഗത്താന്മാരെ വെക്കുന്ന ആ തറ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഫോം ഷീറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കളർ അക്രിലിക്കാണ്. ഇത്തരത്തിലുള്ള ഫോം ഷീറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് അക്രിലിക്ക് കൊടുക്കാം. സർപ്പക്കാവിലെ നാഗത്താന്മാരെ വെക്കേണ്ട ആ തറയുടെ ആ പ്ലാറ്റ്ഫോമിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോരോ നാഗശില്പങ്ങളായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഓരോ നാഗശില്പങ്ങളും എവിടെയെല്ലാമാണ് വെക്കേണ്ടതെന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടാമത് പറിച്ചെടുക്കാൻ സാധിക്കില്ല. ചോക്കായതുകൊണ്ട് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ശില്പങ്ങളെല്ലാം തന്നെ ഉപയോഗശൂന്യമായി പോകും. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം കൈകാര്യം ചെയ്യും. ഇനി അടുത്തതായിട്ട് സർപ്പക്കാവിലെ ആ മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു സർപ്പക്കാവിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കരിയിലകൾ, കാരണം മരങ്ങൾ ഒരുപാട് തിങ്ങി വളർന്നു നിൽക്കുന്നതല്ലേ, കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ കുറച്ച് മഞ്ഞളുകൾ ഉണ്ടാക്കിയത് ഇതുപോലെ ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമുക്ക് ആ സർപ്പക്കാവിൽ വെച്ച് കൊടുക്കാം. മഞ്ഞൾ, കുങ്കുമം, മഞ്ഞൾപ്പൊടി ഇതെല്ലാമാണ് ആ സർപ്പക്കാവിനെ എപ്പോഴും ഭംഗിയാക്കുന്നത്, കാണാനായിട്ടൊരു കളർഫുള്ളായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഇതെല്ലാം കളർ പൊടികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കുങ്കുമവും മഞ്ഞളും ഒന്നുമല്ല, എല്ലാം കളർ പൊടിയാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സർപ്പക്കാവിൻ്റെ ഒരു ബോർഡറിനും നമുക്ക് ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.